സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു മുന്തിരി കുറുമയാണ് കേട്ടോ. കുറുമയൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? കുറുമകളൊക്കെ പലതരത്തിലും എല്ലാവരും ഉണ്ടാക്കുന്നതുമാണ് അല്ലേ? എന്നാൽ ഈ ഒരു സ്പെഷ്യൽ കുറുമ നല്ല ടേസ്റ്റോട് കൂടി ഏതിൻ്റെ കൂടെയും കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ശരി, പൂരി, ഇടിയപ്പം, ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് പൊറോട്ട ആണെങ്കിലും ശരി നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പേരിൽ തന്നെ ഒരു വ്യത്യാസമില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ രുചിയിൽ നല്ലൊരു വ്യത്യാസമുള്ള ഒരു രുചി തന്നെയാണ് അതിൻ്റെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലും ഞാനെടുത്ത റെസിപ്പികളിലേക്ക് നോട്ടിഫിക്കേഷൻ നമുക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് ഈ സ്വാദിഷ്ടമായിട്ടുള്ള കുറുമ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് അതിൽ പറയുന്നതെല്ലാം കറക്റ്റായി ഫോളോ ചെയ്താൽ മാത്രമേ കേട്ടോ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങൾ സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് എങ്ങനെ കുറുമ ഉണ്ടാക്കുന്നത് നോക്കാം. മുന്തിരി കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണിത്. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പകുതി വളരെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുള്ളതാണിത്. പിന്നെ ഗ്രീൻ പീസാണ് കേട്ടോ. ഞാൻ കുറച്ച് ഗ്രീൻ പീസ്, ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് ഫ്രോസൺ ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഫ്രഷ് ആണെങ്കിൽ വളരെ നല്ലതാണ്. അത് മാത്രമല്ല, അത് നിങ്ങൾ ഡ്രൈ ഗ്രീൻ പീസ് ആണെങ്കിൽ കുതിർത്തി വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്തിട്ട് ചേർത്താൽ മതി കേട്ടോ കറിയിൽ. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. എല്ലാ വെജിറ്റബിൾസും നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇത്. ഇതിൻ്റെ പുറമെ നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ചേർക്കാം. ബീൻസ് വേണമെങ്കിൽ ചേർക്കാം അതിൻ്റെ കൂടെ, അല്ലെങ്കിൽ ബീട്രൂട്ട് വേണമെങ്കിൽ ചേർക്കാം. ഇങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. ആദ്യം നമുക്കൊരു അരപ്പ് തയ്യാറാക്കി മാറ്റി വയ്ക്കാം. അരപ്പിനായിട്ട് നമുക്കൊരു 4 കഷ്ണം വെളുത്തുള്ളി വലുതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഒരു അത്യാവശ്യം വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണം ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ചെറിയ വെളുത്തുള്ളി കഷ്ണമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 8 വരെ ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾ മുളകിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും ചേർക്കാം കേട്ടോ. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ മുഴുവൻ മല്ലിയാണ് ഞാൻ ചേർക്കുന്നത്. അതിൻ്റെ ഒരു സ്വാദ് പ്രത്യേകം തന്നെയാണ്, അത് കാരണമാണ് മല്ലി ചേർക്കുന്നത്. 1 ടീസ്പൂൺ നിറച്ച് ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി നിങ്ങൾ 1 ടീസ്പൂൺ നിറച്ച് ചേർക്കുക. പിന്നെ 1/2 ടീസ്പൂൺ പെപ്പറാണത്, കുരുമുളക്, മുഴുവൻ കുരുമുളക് തന്നെയാണ് സ്വാദ് കൂടുതൽ കേട്ടോ. അത് കാരണമാണ് ഞാനത് ചേർത്തിരിക്കുന്നത്. ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പൊടി ചേർക്കാം കേട്ടോ, 1 സ്പൂണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ 1/2 സവോള നമ്മളവിടെ കഷ്ണം നുറുക്കിയ സമയത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ബാക്കി 1/2 സവോളയാണ് കേട്ടോ ഇത് ചേർത്തിരിക്കുന്നത്. ഇനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ആ സവോളയുടെ വെള്ളത്തിൽ ഇതുപോലെ നന്നായിട്ട് അരഞ്ഞു കിട്ടും. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കണം. എത്രത്തോളം പേസ്റ്റാക്കി നിങ്ങൾക്ക് അരച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നന്നാക്കി അരച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് വലിയ ടേബിൾ സ്പൂണിന് ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണ് നന്നായി ചിരകിയിട്ടുള്ള നാളികേരം, ഫ്രഷ് നാളികേരമാണ്, ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ. കുറുമയ്ക്ക് ഏറ്റവും നല്ലത് എത്രത്തോളം അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നൈസായി അരച്ചെടുക്കുന്നതാണ് കറിക്ക് അത്രയും സ്വാദ് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവിലൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ വെണ്ണയും ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ നെയ്യോ ഇതിൻ്റെ കൂടെ ചേർത്താൽ വളരെ ടേസ്റ്റാണ്, ടേസ്റ്റ് കൂടുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായി ഏകദേശം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് നേരം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ആ 2-3 മിനിറ്റ് നേരം വഴറ്റി കഴിയുമ്പോഴേക്കും ഇതിൽ വെള്ളത്തിൻ്റെ അംശമെല്ലാം ഒന്ന് പോയി ഡ്രൈ ആവും. ചെറുതായിട്ട് സൈഡിൽ കൂടെയൊക്കെ എണ്ണ തെളിഞ്ഞ പോലെ ഈ ഒരു പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഏകദേശം 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തിട്ടുള്ള ഒരു മിക്സാണിത്. നമുക്ക് ഇനി അടുത്തത് ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ കുറച്ചേ വേണ്ടുള്ളൂ, 1/2 തൊട്ട് 1/4 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു കറിക്ക്. നമ്മളല്ലാണ്ട് വേറെ ഒരുപാട് മസാലകളൊന്നും ഇതിൽ ചേർത്തിട്ടില്ല, അതാണ് അതിൻ്റെ ടേസ്റ്റ്. മുന്തിരിക്കുറുമയുടെ സ്പെഷ്യൽ പറഞ്ഞാൽ ഒരുപാട് മസാല ചേർക്കാതെ വളരെ കുറച്ച് മസാല മാത്രം ചേർത്ത് ചെയ്യുന്ന പ്രോസസ്സിലാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇനി ഈ സമയത്ത് നമുക്ക് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടിയും ചേർത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഇനി ഇതും ഏകദേശം 1 മിനിറ്റ് നേരം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ.
ഇതിലേക്ക് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി തന്നെ കഷ്ണങ്ങളാക്കി മുറിച്ച് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ ഏകദേശം ഒരു 2 തക്കാളി വരെ ചേർക്കാം കേട്ടോ. നന്നായി പഴുത്ത തക്കാളി ചേർക്കാൻ ശ്രമിക്കണം കേട്ടോ, എന്നാലേ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഏകദേശം ഒരു മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്ത് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം. വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കറിക്ക് ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. അപ്പം ഞാൻ പച്ചക്കറി നമ്മൾ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസിനേക്കാളും കുറച്ച് കൂട്ടി നിർത്തിയിട്ടുണ്ട്. അത് കാരണം ഒന്ന് വെന്ത് വരുമ്പോൾ ഇതെല്ലാം കൂടിയും ഒന്ന് കൊഴുക്കും. പിന്നെ എനിക്ക് കുറച്ച് ചാറോട് കൂടിയിട്ടുള്ള കറിയായിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഞാൻ ഇടിയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ്. അപ്പോൾ കുറച്ച് ചാറോട് കൂടിയുള്ള കറിയായിരിക്കും അതിന് ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കാണെന്ന് വെച്ചാൽ ഒന്നും കൂടി വെള്ളം കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അപ്പം നന്നായി തിളച്ച് വന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാനൊരു 5 മിനിറ്റ് നേരം വെച്ച് വേവിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ തക്കാളി, ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നല്ല തക്കാളിയുടെ കളറാണ് അതിൽ വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസ് ഉള്ള അതിൽ ക്യാരറ്റിനൊക്കെ കളറില്ല, അതിൻ്റെ ഒരു കളറാണ് കേട്ടോ. അല്ലാതെ ഈ ഒരു കുറുമയ്ക്ക് നമ്മൾ ഒരു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഒരു 5 ബദാമും 5 കാഷ്യൂ നട്ട്സും ഞാൻ കുതിർത്തിയിട്ട് അത് അരച്ചെടുത്തിട്ടുള്ളതാണ്. കുറച്ച് വെള്ളത്തിൽ നല്ല ഫൈൻ പേസ്റ്റ് ആക്കി തന്നെ അരച്ചെടുക്കണം. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് വളരെ ടേസ്റ്റ് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. കറി നല്ല റിച്ച് ഗ്രേവി ആക്കി തരും കേട്ടോ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് ഇളക്കുമ്പോൾ. ഇനിയാണ് നമ്മുടെ അടുത്ത താരം മുന്തിരിങ്ങ വരുന്നത്. ഡ്രൈ ഗ്രേപ്സ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഉണക്ക മുന്തിരി, പായസത്തിനൊക്കെ ചേർക്കുന്ന മുന്തിരിയില്ലേ, അത് ഏകദേശം 1 പിടിയോളം ഞാൻ ഈ കറിയിൽ ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നിങ്ങൾ ചേർക്കണം കേട്ടോ. ഇനി കറി 2-3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി തിളച്ച് ഇതെല്ലാം കൂടി നന്നായി യോജിച്ചൊരു പരുവായി വരണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടുന്നത്. നമ്മൾ മുന്തിരിയും കൂടിയും ചേർക്കുമ്പോൾ കറിയുടെ ടേസ്റ്റ് തന്നെ വേറെ ലെവലാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഏകദേശം 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുള്ളതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലാണ് നമ്മൾ ചേർത്തിരിക്കുന്ന കാഷ്യൂ പേസ്റ്റൊക്കെ നന്നായി വെന്തിട്ട് വരുള്ളൂ. ഈ സമയത്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി വീണ്ടും 1 മിനിറ്റ് നേരം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. കറിയെല്ലാം ഏകദേശം ആയി, കുറുകി ചാറെല്ലാം പാകത്തിനായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക് നീളത്തിൽ കുറുകെ കീറിയിട്ടോ അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞിട്ടോ ചേർത്ത് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പില, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഞാനിതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കറി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുന്തിരി കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കുറുമ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ സ്റ്റവ് നമുക്ക് ഓഫ് ചെയ്ത് ഏകദേശം ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെക്കാം. 5 to 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്താൽ മതി കേട്ടോ. എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടിയപ്പത്തിൻ്റെ കൂടെ ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലും ഞാനിടുന്ന റെസിപ്പികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ഫീഡ്ബാക്സ് എല്ലാം കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. വേറൊരു ടേസ്റ്റി വിഭവമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.